എൻ്റെ പേര് ലയന. ഞാനും എൻ്റെ ഹസ്ബൻഡ് മനുവും ചേർന്നിട്ടാണ് ഈ ഒരു വീട് വെച്ചിട്ടുള്ളത്. ഇത് സ്ഥലം വർക്കലയിലെ കണ്ണമ്പയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം, ചെറിയ വീട്, ഒരു ട്രഡീഷണൽ വീട് വെക്കണം എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് ഞങ്ങൾ ഒത്തിരി പേര് സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു ഡിസൈനോ ഒന്നും എത്തിച്ചേർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ യൂട്യൂബിൽ ബിൽഡ് നെക്സ്റ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയായത്. ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈൻ, ആദ്യം 2D ഡിസൈനാണ് കിട്ടിയത്. അപ്പോൾ അത് തന്നെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ കുറച്ച് കറക്ഷൻസൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒത്തിരി 3D ഡിസൈനിന് വേണ്ടി കുറച്ച് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ 3D ഡിസൈൻ വന്നപ്പോൾ പിന്നെയും ഞങ്ങൾ കുറച്ച് സജഷൻസ് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾക്ക് എല്ലാം ചേഞ്ചസൊക്കെ വരുത്തി തന്നു. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് VR ആണ്. ഫസ്റ്റ് VR കാണാൻ ഞങ്ങൾ ബിൽഡേഴ്സിൻ്റെ അവിടെ ചെന്നിട്ട് പോയി കണ്ടാണ്, ഞങ്ങൾ അവിടെ ചെന്നാണ് കണ്ടത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വീട് എങ്ങനെയുണ്ടെന്നുള്ളത് കറക്റ്റ് ഒരു അതിൻ്റെ എക്സിക്യൂഷൻ ഞങ്ങൾക്ക് അതിനകത്ത് ഓരോ റൂമും ഓരോ ബെഡ്റൂം ആയാലും ബാത്റൂം ആയാലും എല്ലാം കറക്റ്റ് അതിൻ്റെ സ്പേസും എല്ലാം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ഐഡിയ കിട്ടി. പിന്നെയും ഞങ്ങൾ കുറേ മോഡിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലോറിൻ്റെ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് VR ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് ചെയ്ത് കാണിക്കുക ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പാരൻസിന് ഉൾപ്പെടെ അത് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വേണം പറയാൻ. കാര്യം അവർക്കൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസുമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തോന്നിയൊരു മൊമെൻ്റാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് അത്രയും നാൾ മുന്നേ, അതായത് പണി തുടങ്ങിയിട്ടില്ല, അതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ആകും എന്നുള്ളൊരു ഐഡിയ വന്നു. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ബിൽനെസ്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഒരു ആപ്പ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇവിടുത്തെ വർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഐഡിയ വരുന്നത് ത്രൂ ആപ്പായിരുന്നു. ഡിസൈൻ ആണെങ്കിലും എല്ലാ പ്രോജക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആപ്പ് ത്രൂ ആണ് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്തിരുന്നത്. അതുപോലെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ക്വറി റേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷൻസ്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് അന്നേരം തന്നെ CCTVയുടെ ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അത് വലിയൊരു ഉപയോഗമുള്ള കാര്യമായിരുന്നു. ഞങ്ങളുടെ ഈ വീട്ടിൽ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളുടെ വരാന്തയാണ്. ഞങ്ങൾക്ക് ആദ്യമേ ഞങ്ങളുടെ ആർക്കിടെക്റ്റിനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള വരാന്ത വേണമെന്ന്. വരാന്തയിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കുറവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഇരിക്കാറുണ്ട്. നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ വരാന്തയും അതുപോലെ നമ്മുടെ ഈ ഉള്ളിലുള്ള നാലുകെട്ടായിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ഒരു നടുമുറ്റമൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതുപോലെ വീടിനുള്ളിൽ ആ സ്റ്റെപ്പ് ചെറിയൊരു ഹൈറ്റ് കൂട്ടി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിൻ്റെ ഏരിയ, ആ പോർഷൻ, അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട് സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് വരാന്ത തന്നെയാണ്, ഓപ്പൺ വരാന്ത. പിന്നെ ഡിസൈൻ സ്റ്റേജ് മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ നമുക്ക് വളരെ ഉത്തരവാദിത്തപരമായിട്ടുള്ള കാര്യങ്ങളാണ് ബിൽഡ് നെക്സ്റ്റിൻ്റെ ഓരോ സ്റ്റാഫും ചെയ്തിരുന്നത്. അത് അത്രയും കാര്യമായിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു വീടെന്നുള്ള സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റി. അതിൽ വലിയ സന്തോഷം.